ഹായ് കുട്ടീസ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടായിട്ടുള്ള ബ്രെയിന് എങ്ങനെയാണ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതായത് നമ്മുടെ ബ്രെയിന് അത്രയും ഹാർഡായിട്ടുള്ള സ്കള്ളിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു 3 ലെയർ ആയിട്ടുള്ള ഒരു ലെയറും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് എന്തുമായിരുന്നു ഉണ്ടായിരുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും. ആ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സിനെ കുറിച്ചാണ്. ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്കലി നോക്കുവാണെങ്കിൽ എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അപ്പുറമായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സെഷനാണ് കേട്ടോ ഇത്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടും നമുക്ക് എന്തൊക്കെയാണ് ഫങ്ഷൻ ചെയ്തു തരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ബ്രെയിനിൽ ആകെ ഉള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് സെറിബ്രം, തലാമസ്, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോ തലാമസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഈ ഓരോ പാർട്സും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. അതായത് നിങ്ങൾ സയൻസ് ബാച്ച് എടുക്കുവാണെങ്കിൽ, ബയോളജി സയൻസ് എടുക്കുവാണെങ്കിൽ +1 പോർഷനിലോട്ടൊക്കെ എത്തുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ സിസ്റ്റംസിനെ കുറിച്ച്, ഡിഫറെൻറ്റ് സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നെർവസ് സിസ്റ്റത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ വളരെ കുട്ടിയായിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം ഇത്രയും പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യണം. ഓക്കെ, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആദ്യം സെറിബ്രത്തിൽ നിന്ന് തുടങ്ങാം. കാണുന്നുണ്ടോ? സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ്. ഈ ബ്രെയിൻ എടുക്കുവാണെങ്കിൽ സെറിബ്രം പോയിൻ്റ് ചെയ്തേക്കുന്നുണ്ടല്ലോ, കണ്ടോ? ഇതാണ് ഏറ്റവും വലിയ പാർട്ടായിട്ടുള്ള സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? മടക്കുകൾ കാണാൻ പറ്റുന്നില്ലേ? ഒരുപാട് മടങ്ങിയിരിക്കുന്നുണ്ട്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫിഷേഴ്സും അതുപോലെ തന്നെ ഫോൾസും സെറിബ്രത്തിലുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു മൈലിൻ ഷീത്തിനെ കുറിച്ച് പഠിച്ചില്ലേ? ആ സമയത്ത് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതുപോലെ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? വൈറ്റ് മാറ്റർ എന്നും, ഇല്ലാത്ത ഭാഗത്തിന്, നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉള്ള ഭാഗത്തിന് നമ്മൾ ഗ്രേ മാറ്റർ എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പോയിന്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ സെറിബ്രം പോർഷൻ്റെ ഔട്ടർ പോർഷനിൽ ന്യൂറോൺസ്, നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് സെറിബ്രം ഇസ് കാൾഡ് കോർട്ടെക്സ്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ സെറിബ്രത്തിൻ്റെ ഗ്രേ കളേർഡ് ആയിട്ടുള്ള പുറം ഭാഗത്തിനെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പം അകം ഭാഗത്ത് മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അകം ഭാഗത്തിന് എന്താ പറയുക? അകം ഭാഗത്തിന് മെഡുല്ല എന്നാണ് പറയുക. അപ്പോൾ ഇപ്പം എന്താ പറഞ്ഞത്? നമ്മുടെ സെറിബ്രത്തിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത്, അവിടെ ന്യൂറോൺസ് ഇരിക്കുന്നത് നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഭാഗത്തിൽ നമ്മൾ ആ ഗ്രേ കളേർഡ് പോർഷനെ കോർട്ടെക്സ് എന്ന് പറയും. അതേസമയം ഇന്ന പോർഷൻ എന്ന് പറയുന്നത് നിറയെ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഇരിപ്പുള്ളത് കൊണ്ട് ഒരു വൈറ്റ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് അതിനെ മെഡുല്ല എന്നും പറയുന്നുണ്ട്. ആ പോർഷനെ മെഡുല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മയലിൻ ഷീത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഷൈനി ആയിട്ടുള്ള വൈറ്റ് കളറാണ് ഉള്ളത്. അതുകൊണ്ടാണ് മയലിൻ ഉള്ള സ്ഥലത്തിന് നമുക്ക് വൈറ്റ് കളേർഡ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെഡുല്ലയാണ് ഇവിടെ. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേടാ. ഓക്കെ, ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എല്ലാ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സെറിബ്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. അതായത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ്, ഇൻ്റലിജൻസിൻ്റെ ഒരു സെൻറ്ററും, അതുപോലെ നമ്മുടെ ഓർമ്മ, നമ്മുടെ ഭാവന, ഇമാജിനേഷൻ്റെ ഒക്കെ സെൻറ്ററാണ്. ഇവോക്ക് സെൻസേഷൻസ്. അടുത്ത പോയിന്റ് എന്താ? ഇവോക്ക് സെൻസേഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ അതാണ് പഠിക്കുന്നത്. ഈ സെൻസേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പോർഷൻസ്. കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്. ഇൻവോളണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ,
സോ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഈ പോർഷൻ ആണ് സെറിബ്രം എന്ന് പറയുന്നത്, കാണുന്നുണ്ടല്ലോ. സെറിബ്രം എന്ന് പറയുന്നത് largest part of the brain, numerous fissures and folds are seen. The grey colored outer part of cerebrum is called cortex and the white colored inner part is called medulla. It is the center of thought, intelligence, memory and imagination. Evoke സെൻസേഷൻസ്, കൺട്രോൾസ്, വോളണ്ടറി മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് 6 പോയിൻ്റ് അല്ലേ ഉള്ളൂ, എളുപ്പമല്ലേ പഠിക്കാൻ. അപ്പോൾ സെറിബ്രത്തിൻ്റെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്ത് നമുക്ക് സെറിബെല്ലത്തിലേക്ക് പോവാം. സെറിബെല്ലം കാണിക്കുന്നത് കണ്ടായിരുന്നോ? ഇത് സെറിബെല്ലം എന്ന് പറയുന്നത് ഈ പോർഷനാണ്, ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, അവിടെയും മടക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് സെറിബെല്ലം, കണ്ടോ സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം എന്താണ്? നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അത്രയും പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പറയുകയാണെങ്കിൽ ഒത്തിരി അധികം പോയിന്റ്സ് ഉണ്ട്, ടെക്സ്റ്റിലെ പോയിന്റ്സ് നോക്കിയാൽ പോരെ. സെറിബെല്ലം എന്ന് പറയുന്നത് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഏറ്റവും വലുത് സെറിബ്രം ആയിരുന്നു, രണ്ടാമത്തെ വലിയ പോർഷനാണ് സെറിബെല്ലം. ഓക്കെ, ഇത് എവിടെ ഇരിക്കുന്നത്? സെറിബ്രത്തിൻ്റെ ബാക്കിൽ, ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ചെറിയ ഫ്ലാപ്പ് പോലെയാണ് ഇരിക്കുന്നത്. ഫിഷേഴ്സും ഗ്രൂസും അവിടെയുണ്ട്, അവിടെ മടക്കുകളും അതുപോലത്തുള്ള ചെറിയ ചെറിയ ഗ്രൂസ്, ദ്വാരങ്ങളും ഉണ്ട്. എന്താണ് സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. അപ്പം നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യുന്നത് ഒരുപാട്, നമ്മൾ ഇങ്ങനെ കൈ മടക്കുകയാണ്, അപ്പോൾ നമ്മളിങ്ങനെ മസിൽ മടങ്ങി വന്നില്ലേ, അതിന് പിന്നിൽ ഒത്തിരി അധികം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മസ്കുലർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം, നമ്മുടെ സന്തുലനാവസ്ഥ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെറിബെല്ലമാണ്. ഓക്കെ, അപ്പോൾ സെറിബെല്ലത്തിനെ കുറിച്ച് മനസ്സിലായല്ലോ. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, സീൻ ബിഹൈൻഡ് സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്, ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് പ്രസന്റ്, കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഇനി നമുക്ക് മെഡുല്ല ഒബ്ലോങ്കേറ്റനെ കുറിച്ച് പഠിക്കാം. കണ്ടോ, ഇതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ശരിക്കും ഇത് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോവാണ്. കണ്ടോ, റോഡ് പോലെ ഇരിക്കുന്നത്. ഫുൾ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ആ റോഡ് സ്ട്രക്ചർ മനസ്സിലാവും. ദ റോഡ് ഷേപ്ഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം, ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. ഓക്കെ, അപ്പം മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് അതൊരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് നമ്മുടെ സെറിബ്രത്തിൻ്റെ താഴെയായിട്ടിരിപ്പുണ്ട്. സെറിബ്രം അതിൻ്റെ താഴെയായിട്ടും പിന്നെ സെറിബെല്ലത്തിൻ്റെ അടുത്തായിട്ടും. അപ്പം എവിടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇരിക്കുന്നത്? സെറിബ്രത്തിൻ്റെ താഴെ സെറിബെല്ലത്തിൻ്റെ അടുത്തായിട്ട് കാണുന്നു. അപ്പോൾ ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താ ചെയ്യുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രത്തിങ് എക്സെട്ര. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെറിബ്രത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ ഐശിക, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇൻവോളണ്ടറി, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താ ചെയ്യുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ഫംഗ്ഷൻസും ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതും നമ്മൾ ശ്വസിക്കുന്നതും ഒക്കെ നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ ഒരു മിനിറ്റിൽ ഇത്ര തവണ ഹാർട്ട് ബീറ്റ് ചെയ്യാം, നമ്മളല്ലല്ലോ തിങ്ക് ചെയ്യണേ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നടക്കുന്ന പ്രോസസ്സല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. പിന്നെ ഇനി തലാമസ് പറയുന്നുണ്ട്. തലാമസ് എവിടെ ആയിരിക്കണേ? തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രത്തിൻ്റെ താഴെ ഇരിക്കുന്ന പോർഷനാണ്. കണ്ടോ, ആക്സസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിൽ നിന്ന് വരുന്ന ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷൻ പോലെ ആക്ട് ചെയ്യുന്നു. അതായത് ആ ഇമ്പൾസസിനെ ഇങ്ങോട്ട് റിസീവ് ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ചയക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ബോഡിയുടെ പല പാർട്സിൽ നിന്നും ഇമ്പൾസ് വരില്ലേ, ആ ഇമ്പൾസ് സെറിബ്രത്തിൽ എത്തിയതിന് ശേഷം തലാമസിലോട്ട് വരുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കിയിട്ട് വരുന്ന ഇമ്പൾസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ബ്രെയിനിലേക്ക് കൊടുത്തും അതുപോലെ തന്നെ തിരിച്ചും എടുക്കുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പൾസസിനെ സെറിബ്രത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ എന്തൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എഫിഷ്യൻ്റായിട്ട് ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്നില്ലേ? ഹ്യൂമൻ ബോഡി മാത്രമല്ല, മറ്റ് ഓർഗാനിസംസ്, അതായത് ഹയർ ഓർഗാനിസംസിനെല്ലാം ബ്രെയിൻ ഉണ്ട്. അപ്പം ബ്രെയിനിൻ്റെ ഫങ്ഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഒരു അതിശയം തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലാമസും കൂടെയാണുള്ളത്. ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് തലാമസിൻ്റെ താഴെ. ഹൈപ്പോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ചില സമയത്ത് നിങ്ങൾക്ക്
പിക്ചർ തന്നിട്ട് ഇത് ഈ ഓരോ പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ പാർട്ട് മാർക്ക് ചെയ്യാൻ പറയും. ഡയറക്റ്റായിട്ട് സെറിബെല്ലം മാർക്ക് ചെയ്യാൻ പറയില്ല. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, മാർക്ക് ദ ഓർഗൻ, മാർക്ക് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ഈസ് ദ മാർക്ക് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സെറിബെല്ലം ആണെന്ന് അറിയുക. അതുപോലെ ഹൈപ്പോ തലാമസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഹൈപ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് താഴേന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം അത് തലാമസിന് താഴെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തര സമസ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദാഹം, നമ്മുടെ ഒരു ഓവറോൾ വെൽബീയിങ് ആണ് ഈ ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. മെയിൻലി ഇത് ദാഹം വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പോതലാമസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഞാൻ ഒത്തിരി അധികം പുതിയ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നും പറയാത്തതിൻ്റെ കാരണം നിങ്ങൾ 10ലെ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങൾക്ക് ഇത്രയും പോയിൻറ്റ്സ് മതിയാവും. ഇത്രയും പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആരൻറ്റ് യു കൺവിൻസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്രെയിൻ, ഡിസ്കസ് ദ നെസസിറ്റി ഓഫ് വെയറിങ് ഹെൽമെറ്റ്സ് വൈൽ റൈഡിങ് 2-വീലേഴ്സ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എത്ര പ്രിഷ്യസ് ആണല്ലേ. ബ്രെയിൻ ചില സമയത്ത് ബ്രെയിൻ ഡെത്തൊക്കെ കേട്ടിട്ടില്ലേ? ബ്രെയിൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരാൾക്ക് പറ്റില്ല. അപ്പം ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ പല ആൾക്കാരും ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് വെക്കാറില്ല, വെക്കുന്ന സമയത്ത് ക്വാളിറ്റി ഇല്ലാത്ത ഹെൽമെറ്റൊക്കെയാണ് വെക്കുന്നത്. അപ്പം അതൊക്കെ ശരിക്കും നമ്മൾ എന്തിനാ ഓഫീസേഴ്സിനെ പറ്റിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ നടക്കുന്ന സമയത്ത് ഒരു ചുവരിൽ വന്ന് നമ്മുടെ തല തട്ടുവാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകും. നമ്മൾ ഓടിയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി വേദന ഉണ്ടാകും. ബൈക്കിലോ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ എന്ത് വേഗത്തിലാണ് ഓടുന്നതിനേക്കാളും എത്ര ഇരട്ടി വേഗത്തിലാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ചുവരിൽ വന്ന് നമ്മുടെ തലയിടിച്ച തല പിന്നെ ഉണ്ടാവുമോ? സ്കള്ള് പൊട്ടിപ്പോകത്തില്ലേ? അപ്പോൾ ബ്രെയിൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രെയിൻ എന്തെങ്കിലും ഒരു ചെറിയ ക്ഷതമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നാലും പിന്നെ ജീവിതം ഇല്ലെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾ വളർന്ന് വലുതായി നിങ്ങൾക്ക് 18 വയസ്സൊക്കെ ആകുമ്പോൾ മിക്ക ആൾക്കാരും 2-വീലറൊക്കെ എടുക്കുമായിരിക്കും. ആ സമയത്ത് ലൈസൻസ് എടുക്കുന്ന സമയം തൊട്ട് തന്നെ, നിങ്ങൾ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് ശീലിക്കുക. തുടങ്ങുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾ ലൈഫ് ലോങ് എന്തായാലും ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത്രയും നല്ല ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കുക. നമ്മൾ കാലയിടുന്ന ചെരുപ്പ് നമ്മൾ നല്ല വില കൊടുത്തല്ലേ മേടിക്കുന്നത്. അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്കിലും നമ്മൾ നമ്മുടെ തലയ്ക്ക് കൊടുക്കണ്ടേ? പിന്നെ വേറൊരു കാര്യം, ഹെൽമെറ്റ് ദൂരെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കൂ, അങ്ങനൊരു കോൺസെപ്റ്റ് ഒരിക്കലും വെക്കരുത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ പോവുകയാണെങ്കിലും ഹെൽമെറ്റ് വെക്കുക, 2-വീലർ ആണെങ്കിൽ നിർബന്ധമായിട്ടും. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് വരിക നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. വീടിന് അടുത്താണെന്നും പറഞ്ഞിട്ടൊരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇപ്പോൾ പൈലറ്റ് റൈഡേഴ്സ്, ബാക്കി ഇരിക്കുന്ന ആൾക്കാരും ഹെൽമെറ്റ് ഉറപ്പായിട്ടും വെക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അത് വെറുതെ ഒരു ഫൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സുരക്ഷയ്ക്കാണ്. ഓക്കെ കുട്ടീസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞിട്ടില്ല. ബ്രെയിനിൻ്റെ പാർട്സും ബ്രെയിനിനെയൊക്കെ നമ്മൾ കണ്ടു. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ. പിന്നെ ഹെൽമെറ്റ് വെക്കേണ്ടതിന് ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറഞ്ഞു. ഇതൊരു ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു പാഠമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ബൈ.